വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓർഗാനിക് ഹോം ഇന്ത്യ ഈ വർഷം കണ്ണൂർ ജില്ലയിൽ ഫ്ലവർ ഷോ നടത്തിയതിൽ ഒന്നാം സമ്മാനം നേടിയ കവിതേച്ചിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കവിതേച്ചിക്ക് ഇവിടെ കുറേ ചെടികളുടെ കളക്ഷൻ ഉണ്ട്, കൂടാതെ ആയുർവേദ ചെടിയുടെ കളക്ഷനും ഉണ്ട്. ഇതുകൂടാതെ ശ്രീ മന്ദിർ എന്ന ഒരു ആയുർവേദ ക്ലിനിക്കും കൂടി ഇവിടെയുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് അഗ്നിപത്രി എന്നൊരു ചെടിയാണ്. ഇത് പണ്ട് പാണ്ഡവര് വനവാസ കാലത്ത് നിലവിളക്ക് അയച്ച് കത്തിച്ച് വെച്ചിരുന്നതാണെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ഇത് ഗരുഡപ്പച്ച, സ്ത്രീരോഗങ്ങൾക്ക് പറ്റിയ ഒരു സസ്യം. ചൈനീച്ചയാണ് പഞ്ചകർമ്മ ചികിത്സ നടത്തുന്നത്. ചൈനീച്ചയോട് നമുക്ക് മറ്റു വിവരങ്ങൾ ചോദിക്കാം. പറഞ്ഞോ. ഇതിന് പാറ്റി എന്നാ പറയാ. അപ്പോ പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് എല്ലാ രോഗങ്ങൾക്കും വേദനകൾക്കുള്ള ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ അവരെ മുന്നിൽ തന്നെയാണ് നമ്മളെല്ലാം മരുന്നെടുക്കുന്നതും കെട്ടുന്നതും. അപ്പൊ ഇതാണ് കിഴി കെട്ടാനുള്ള ചൂർണ്ണ ഇത്. അപ്പം ഇത് തുണിയുടെ അകത്ത് കെട്ടിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ എണ്ണ ഏത് എണ്ണയാണോ അവര് ഡോക്ടർ പറഞ്ഞത് ആ എണ്ണ നമ്മൾ ചൂടാക്കി കപ്പിനകത്ത് എടുത്തിട്ട് അതിനെ ചൂടാക്കുക. പിന്നെ ചട്ടി ഇതിന്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ട് അത് കിഴി ഇതിന്റെ അകത്ത് മുക്കിയിട്ടാണ് ചെയ്യാം. കവിതേച്ചിയുടെ ഹസ്ബൻഡും മോളുമാണ് ഇവിടെ. അപ്പൊ കവിതേച്ചിയുടെ ഭർത്താവായ രജിയേട്ടനോട് നമുക്ക് ചോദിക്കാം. ഇത് കണ്ണൂർ ജില്ലയില് ഫ്ലവർ ഷോന് ഒന്നാം സമ്മാനം നേടിയതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇതിന് പ്രചോദനമായതെന്ന് രജിയേട്ടനോട് നമുക്ക് ചോദിക്കാം. 2018 മുതൽ വളരെ ആവശ്യമായിട്ടാണ് ഈ ഫ്ലവർ ഷോന് കോമ്പറ്റീഷന് പേര് കൊടുക്കാമെന്ന് വിചാരിച്ചത്. വെറുതെ ഒന്ന് കൊടുത്തു നോക്കിയാണ്. അതിന് ഒന്നാമത്തെ കൊല്ലം തന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് ഒരു കൊല്ലാത്ത മിസ്സായിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയുർവേദ സെൻ്ററിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലവേഴ്സും കുറേ ചെടികളിലും ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ കാരണം. ആയുർവേദ പഞ്ചകർമ്മ ക്ലിനിക്ക് കണ്ടു. ഇതില് എന്തൊക്കെയാണ് ഇവിടുത്തെ രീതികൾ? ഇവിടെ ഒരു 3 വർഷമായിട്ട് കൊറോണ കഴിഞ്ഞപ്പോഴാണ് ആയുർവേദ പഞ്ചകർമ്മ സെന്റർ നമ്മൾ തുടങ്ങി.
അച്ഛൻ ഉള്ള കാലത്ത് എൻ്റെ അച്ഛൻ പ്രശസ്തനായ ഒരു പാരമ്പര്യ വൈദ്യരായിരുന്നു. അപ്പോൾ അവർക്ക് ശേഷം നമ്മളിവിടെ ഒരു പഞ്ചകർമ്മ സെൻ്റർ അച്ഛൻ്റെ ഓർമ്മക്കായിട്ട് ഒരു പഞ്ചകർമ്മ സെൻ്റർ ആരംഭിക്കുകയും പിന്നെ ഇവിടെ 2 ഡോക്ടർമാരുണ്ട്. 2 ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട്. പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ യോഗ പരിശീലനങ്ങളുണ്ട്. പിന്നെ പഞ്ചകർമ്മ തെറാപ്പി അത് ഒരു ദിവസം എല്ലാ ദിവസങ്ങളിലും പഞ്ചകർമ്മ മസാജ് മറ്റുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ടായിരുന്നു, ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല OP ചികിത്സ മതി, അഡ്മിറ്റ് ഇല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. രാജീവേട്ടൻ്റെ ഈ തറവാട് എത്ര വർഷത്തെ പഴക്കമുണ്ടോ ഈ ക്ലിനിക്കാക്കി? ഇതൊരു ഏകദേശം ഒരു 60-65 വർഷത്തെ പഴക്കമുണ്ടാവും. പഴക്കമുണ്ടാവും. നമ്മൾ കുറച്ച് ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. എങ്ങനെ രോഗികളിൽ വരുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട്. പിന്നെ OP ചികിത്സക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ഡോക്ടർ സുശീൽ സോൾ അവർ കോഴിക്കോട് നിന്നാണ്. ചൊവ്വാഴ്ച ദിവസങ്ങൾ രാവിലെ 11 മണിക്ക് വരും, 2 മണി വരെ ഉണ്ടാവും. പിന്നെ ഒരു ശില്പാരാജൻ ശനിയാഴ്ച ദിവസങ്ങളിൽ വരും. ഇനി മറ്റുള്ള ഡോക്ടർമാരും കൂടി ബുക്കിംഗ് ഉണ്ടാവും. രാവിലെ ഫോണിൽ വിളിച്ചാൽ മതി, ബുക്കിംഗ് ഉണ്ടാവും. ഇത്രയും ഭംഗിയുള്ള പൂന്തോട്ടം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതിൻ്റെ ഐഡിയ ആദ്യം വന്നപ്പോൾ എൻ്റെ ഭാര്യ കവിത ആദ്യം തന്നെ ഇതിങ്ങനെ ചെറിയ പൂന്തോട്ടമാക്കാൻ തുടങ്ങിയത്. പിന്നെ കണ്ണൂരിലെ ഒരു പ്രശസ്തമായ മുഗൾ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഇബ്രാഹിം ഖാൻ എന്ന് പറഞ്ഞ ആൾ, അയാളെ ഹെൽപ്പോടുകൂടിയാണ്, അയാളുടെ മകൻ ഫാസിൽ, അവർ രണ്ടാളും കൂടെ ഹെൽപ്പോടുകൂടിയായിട്ടാണ് ഈ ഗാർഡൻ ഇങ്ങനെ മനോഹരമായി തീർത്തത്. ചെടികൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഈ ചെടിയൊക്കെ ഉപയോഗിക്കുന്നത് ശുദ്ധമായ ചാണകം, പിന്നെ അതിൻ്റെ കൂടെ ഗാർഡൻ ബൂസ്റ്ററായിട്ടുള്ള ജൈവവളങ്ങൾ, കെമിക്കൽസ് ഒന്നും ചേർക്കാറില്ല, ജൈവവളങ്ങളാണ് ചേർക്കാറ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മുഗൾ ഗാർഡൻസ് ബാങ്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇത്രയുമാണ് നമ്മളെ കവിത ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.